ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹല 17th ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി 4 more days ടു കംപ്ലീറ്റിംഗ് 21 days ഓഫ് ഹല ചലഞ്ച്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു 4 ആസ്പെക്ട്സ് ആണ്. ഒന്നാമത്തേത് ഫിസിക്കൽ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്ത് എന്തിനാണ്? ടു അവർ ബോഡി അല്ലേ. രണ്ടാമത്തേത് മെൻ്റൽ ഹെൽത്ത് ടു അവർ മൈൻഡ്. മൂന്നാമത്തേത് ഇമോഷണൽ ഹെൽത്ത് ടു അവർ ഹേർട്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ സ്പിരിച്വൽ ഹെൽത്ത് ടു അവർ സോൾ അല്ലേ. അപ്പോൾ ഈ 4 ആസ്പെക്ട്സും കറക്റ്റായിട്ടുള്ളവർ നമുക്ക് പറയാൻ വേണമെങ്കിൽ നമ്മൾ വെൽ ബീയിങ് ആണ്, നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഭയങ്കര ഹെൽത്തി ആണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആരൊക്കെ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളവരുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഇതിനുള്ള ആൻസേഴ്സ് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് എഴുതി നോക്കുക. മനസ്സിലല്ല, എഴുതി നോക്കുക. എഴുതുമ്പോൾ നമുക്ക് സ്കോർ ഇടണം കേട്ടോ. നമ്മളെ തന്നെ നമ്മൾ അസസ് ചെയ്യാണ്. സ്കോർ 0 to 5 ആണ് കൊടുക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്കുള്ള സ്കോർ ഓക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ ഓക്കെ 4 അല്ലെങ്കിൽ 5 എന്ന് കൊടുക്കാം. അല്ല ഞാൻ കുറച്ച് വീക്ക് ആണെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കുക, തീരെ മോശമാണെങ്കിൽ 0 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് മൈ ബോവൽസ് ഗെറ്റ് ക്ലിയർഡ് ഇൻ ദ മോർണിംഗ് എവറി ഡേ വിത്തൗട്ട് എനി ഫോഴ്സ്. അതായത് നമ്മൾ രാവിലെ എണീച്ചാൽ ആദ്യം പോകുന്ന സ്ഥലം ഏതാ? ടോയ്ലറ്റ് അല്ലേ. ചിലർ ടോയ്ലറ്റ് പോയി കഴിഞ്ഞതും പുറത്ത് വന്നാൽ തന്നെ പറയും ദൈവമേ 10 മിനിറ്റ് വേണമെങ്കിൽ ഞാൻ റിലാക്സ്ഡ് ആവട്ടെ എന്ന് പറയും അല്ലേ. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നമ്മുടെ സ്കോർ 0. അല്ല ഓക്കെ, നമ്മൾ ഒരു കാര്യം കഴിഞ്ഞു നെക്സ്റ്റ് പോകുന്നു, അങ്ങനെ കൂളായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ 4 to 5 ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ആം അറ്റ് മൈ ഐഡിയൽ വെയിറ്റ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ 5 മാർക്ക് കൊടുക്കാം. അല്ല നമ്മളൊരു 5 കിലോ എക്സസ് ആണ് അല്ലെങ്കിൽ 5 കിലോ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് കുറയ്ക്കുക. അല്ല ഒബേസ് ആണ്, കുറച്ച് ഓവർ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്കോർ ഇടുക. തേർഡ് വൺ ഐ ഹാവ് നോ അസീൻ ഓർ ക്ലിയർ സ്കിൻ. എൻ്റേത് ക്ലിയർ സ്കിന്നാണ് എങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. ഐ ഫീൽ ഹൈലി എനർജറ്റിക് ത്രൂ ഔട്ട് ദ ഡേ. അങ്ങനെയാണെങ്കിൽ 5 മാർക്ക്. ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ഹൈലി എനർജറ്റിക് ആണെങ്കിൽ 5 മാർക്ക്. അല്ല രാവിലെ എണീറ്റു, നമ്മൾ എക്സസൈസ് ഒക്കെ കഴിഞ്ഞു, ഓക്കെ എല്ലാം നമ്മൾ ഒന്ന് ഫ്രഷായി, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും ഓരോ കോളുകൾ വന്നു അല്ലെങ്കിൽ ഓരോന്ന് കാര്യങ്ങൾ അറിഞ്ഞു, അങ്ങനെ നമ്മുടെ ഡ്യൂട്ടികളിലേക്ക് കിടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ബാറ്ററി ഇങ്ങനെ ഡൗൺ ആയി വരാൻ തുടങ്ങിയെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്കോർ ചെയ്യാം. ഐ എക്സ്പീരിയൻസ് എ സ്ട്രോങ് സെൻസ് ഓഫ് ഹങ്കർ ഇൻ 1 to 2 times പെർ ഡേ. ഒരു ദിവസം നമുക്ക് വിശപ്പ് വരുന്നത് 1 or 2 തവണ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിശപ്പ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് നല്ല മാർക്ക്. അല്ല ഇടയ്ക്കിടയ്ക്ക് വിശക്കുകയാണ് അല്ലെങ്കിൽ ടെൻഷൻ വന്നാൽ എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് തീരെ ഭക്ഷണം കഴിക്കണം, വിശപ്പേ ഇല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സ്കോർ ചെയ്യാം. ഐ എക്സ്പീരിയൻസ് ഡീപ്പ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഞാൻ സുഖമായിട്ട് ഉറങ്ങാറുണ്ട് രാത്രി. അങ്ങനെയാണെങ്കിൽ നമ്മൾ 5 മാർക്ക്. അല്ല എനിക്ക് ഭയങ്കര ടയേർഡായിട്ടാണ് ഉറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക്. ചിലർക്ക് എനിക്ക് ഉറക്കമേ ഇല്ല രാത്രി, പലരും സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് വരെ ഉറങ്ങുന്നവരുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. ഐ എക്സ്പീരിയൻസ് നോ പെയിൻ ഇൻ എനി പാർട്ട് ഓഫ് ദ ബോഡി. എനിക്ക് ബോഡിയിൽ എവിടെയും ഒരു പെയിനും ഇല്ല, ഞാൻ ഹെൽത്തിയാണ്. അങ്ങനെയുള്ളവർ 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് കൊടുക്കാം. ചിലർ രാവിലെ എണീക്കുമ്പോൾ തന്നെ പറയും എനിക്ക് രാവിലെ എണീറ്റ് കാല് നിലത്ത് കുത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്കോർ നിശ്ചയിക്കുക. ആൻഡ് ഐ ഫീൽ എ സെൻസ് ഓഫ് സ്മൈലിംഗ് ഓർ ലോഫിങ് അറ്റ് മെനി ഒക്കേഷൻസ്. അതായത് ചിരിക്കേണ്ട സമയങ്ങളിൽ എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്കത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരു കോമഡി ആരെങ്കിലും പറഞ്ഞാൽ ഓക്കെ എനിക്കത് കോമഡിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലർ പക്ഷേ എന്ത് പറഞ്ഞാലും ഓക്കെ ഭയങ്കര മസിൽ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ വലിയ ചിരിയൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരാണോ നിങ്ങളെല്ലാം? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെ സന്തോഷിക്കാൻ സാധിക്കുന്നവരാണോ? ചിരി വരുന്നുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും ഫേസിലൊരു ചിരി ഉണ്ടോ? മറ്റുള്ളവരോട് ഫേസ് ചെയ്യുമ്പോൾ ഒരു ചിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സ്കോർ ഇടാം. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈ മൈൻഡ് ഈസ് സ്റ്റേബിൾ. അതായത് പുറത്തുനിന്ന് ആർക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അടുത്തുകൂടെ ചിലർ പറയും എനിക്ക് അടുത്തുകൂടെ പോയാൽ ഞാൻ പെട്ടെന്ന് ടെൻഷനായി പോകും, എനിക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ. അതായത് മറ്റൊരാളുടെ കൺട്രോളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ നിങ്ങൾ? അതോ ഞാൻ സ്റ്റേബിളാണ്, എൻ്റെ മൈൻഡ് സ്റ്റേബിളാണ്, അങ്ങനെയാണോ? അപ്പോൾ ഇതിലേതാണ് നിങ്ങൾ എന്നുള്ളത് ഒന്ന് സ്കോർ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നമ്മൾ എഴുതി നോക്കുക. എഴുതിയിട്ട് നമ്മുടെ ടോട്ടൽ സ്കോർ എത്രയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോന്നും നമ്മൾ കൊടുക്കുന്ന സ്കോർ 0 to 1 ആണെങ്കിൽ നമുക്ക് ലോ ഹെൽത്ത് ആണ്. ഓക്കെ, 1 to 2 ആണെങ്കിൽ നമ്മുടേത് ആവറേജ് ഹെൽത്ത് ആണ്. 2 to 3 ആണെങ്കിൽ ഗ്രേറ്റ് ഹെൽത്ത്, വലിയ കുഴപ്പമില്ല, ഗ്രേറ്റ് ഹെൽത്ത് ആണ്. ആൻഡ് 3 to 5 ആണെങ്കിൽ 4 മാർക്സ് ഒക്കെ ഉണ്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും കേട്ടോ. 3 to 5 ആണെങ്കിൽ നമ്മുടേത് എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല, അമേസിങ് ഹെൽത്ത് ആണ്. അമേസിങ് ആണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. അറ്റ്മോസ്റ്റ് ലെവൽ, സുപ്രീം ലെവൽ എന്നൊക്കെ പറയില്ലേ, അത്രയും നമ്മൾ ഹെൽത്തി ആയിരിക്കും, ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി. സൂപ്പറായിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്യാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ
എന്നിട്ട് നിങ്ങളുടെ സ്കോർ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്യൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊന്ന് പേഴ്സണലായിട്ടൊന്ന് ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ പക്ഷേ വേണമല്ലേ. അപ്പോൾ ഇതിൽ കുറേ പേര് സ്കോർ ഉള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ 0 ഉള്ളവരുണ്ടാവാം. നമുക്കതിന് സൊല്യൂഷൻ വേണം. സോ ആ സൊല്യൂഷൻ താല്പര്യമുള്ളവർക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ഈസ് എ ഫൺ ഡേ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഫൺ ഡേ ആവട്ടെ. താങ്ക് യു.